ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഹോം വ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റർ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആണ്. പെസഹ വ്യാഴം തൊട്ട് ഈസ്റ്റർ വരെയുള്ള വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് രാവിലെ 6:30-ക്കായിരുന്നു കുർബാന എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിച്ചു. പിന്നെ ഉച്ചക്കലത്തേക്ക് നമുക്കൊരു കറി വേണം. അപ്പോൾ ചപ്പിക്കുടി മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കണം. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പെസഹ വ്യാഴം എന്ന് പറയുന്നത് പെസഹ പാലും അപ്പം ഉണ്ടാക്കുന്നതാണ്. അപ്പം എൻ്റെ ഒരു ചെറിയ വേർഷനായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അരിയും ഉഴുന്നും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. അപ്പം ഞാൻ എടുക്കുന്നത് 2 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ. നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 3-4 മണിക്കൂർ മതി. ഇച്ചിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ 4 മണിക്കൂറൊക്കെ മതി കേട്ടോ ഇത് കുതിർക്കാനായിട്ട്.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അപ്പത്തിനുള്ള കാര്യമാണ്. ഞാൻ കലത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും കലത്തപ്പമാണ് ഇഷ്ടം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചുവന്നുള്ളിയാണ് വേണ്ടത്. ഒരു ബൗൾ നിറയെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇച്ചിരി കൂടുതൽ വേണം, നന്നായിട്ട് അരിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ് ഇതേ ബൗളിൻ്റെ അളവിൽ തന്നെ ഞാൻ ചിരകിയ തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. തേങ്ങ കൊത്താണ് എല്ലാവരും യൂസ് ചെയ്യുക, പക്ഷെ ഞാൻ തേങ്ങ ചിരകിയതാണ് കേട്ടോ. കുറച്ചുകൂടി എളുപ്പമുള്ള രീതിയിലാണ്. പക്ഷെ എന്നാൽ കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ടാവും. നമ്മൾ അപ്പം ഉണ്ടാക്കി ഇത് കടിക്കുമ്പോൾ ഈ ചെറിയ തേങ്ങ വറുത്തതാണെങ്കിൽ നല്ല ഒരു രുചി ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ അരിയും ഉഴുന്നും കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 4 മണിക്കൂർ കൂടുതലായിട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി കൂടുതലായാലും ഇച്ചിരി കൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടും. ഇനി നമുക്കതൊരു ദോശ മാവിൻ്റെ രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളമാവാൻ പാടില്ല. നമ്മുടെ ദോശമാവ് എത്ര കട്ടിയിലിരിക്കുന്നോ അത്രയും തന്നെ കേട്ടോ. ഇച്ചിരി കട്ടി കൂടുതലായാലും കുഴപ്പമില്ല. കുറവ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവ് അരച്ചിട്ടുണ്ട്. ഇച്ചിരി തരിതരിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഫൈനായിട്ട് അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഇട്ട് നമുക്ക് ഈ അരിഞ്ഞ ചുവന്നുള്ളി നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഭയങ്കരമായിട്ട് മൊരിയാൻ പാടില്ല, ഒരു ലൈറ്റ് ബ്രൗൺ രീതിയിലേക്ക് വരണം. ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുത്ത് നമുക്ക് ഈ മാവിനകത്ത് ഇടാം. ഇതേപോലെ നമ്മുടെ ഇതേ പാനിൽ വെളിച്ചെണ്ണ കുറച്ചും കൂടി ചേർത്തിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ചിരകിയ തേങ്ങ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് മൊരിയണം, എന്നാൽ കൂടുതലാവാനും പാടില്ല. ഇനി നമ്മൾ മൊരിയിച്ചെടുത്ത തേങ്ങയും അതുപോലെ മൊരിയിച്ചെടുത്ത ചുവന്നുള്ളിയും ഇനി ഒരു ടീസ്പൂണോളം ജീരകവും ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് തൊട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ മാവ് അവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് പാലുണ്ടാക്കാം. പെസഹ പാല്. അപ്പോൾ ആ വലിയ ബേസിനിലിരിക്കുന്നതാണ് നമ്മുടെ തേങ്ങാപ്പാൽ, രണ്ടാം പാലും മൂന്നാം പാലും. ആ ചെറിയ ബൗളിലിരിക്കുന്നത് കട്ടി ഒന്നാം പാലാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പെസഹ പാല് ഞങ്ങൾ ശർക്കരയും കൊണ്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇത്രയും നാൾ ഞങ്ങൾ പഞ്ചസാരയും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ശർക്കരയ്ക്ക് ഞാൻ പൊടിച്ച നമുക്ക് പൗഡേർഡ് ജാഗറി എന്ന് പറഞ്ഞ് കിട്ടും, പൊടിച്ച ശർക്കര, മരയൂർ ശർക്കര, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതിന് സ്പൈസസ് ആണ്. അതായത് ഏലക്കായ, കുറച്ചധികം ഏലക്കായ വേണം കേട്ടോ. എനിക്ക് ഏകദേശം ഒരു 8-10 ഏലക്കായ എനിക്കുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ജീരകം പൊടിച്ചത് എനിക്ക് ഓൾറെഡി ഉണ്ട്, അതും കൂടി ഞാൻ ചേർക്കാണ്. പിന്നെ ചുക്കും. അപ്പോൾ പെസഹ പാലിനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. എന്നിട്ട് ഇപ്പം ഞാൻ പാത്രം ഇതുപോലെ കുഴിയുള്ളൊരു പാത്രം എടുത്ത് ഗ്യാസ്മ വെച്ചിട്ടുണ്ട്. പക്ഷേ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. എന്നിട്ട് നമ്മൾ രണ്ടാം പാലും മൂന്നാം പാലും ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ ശർക്കരയും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പാണ് ശർക്കര ആഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ വീണ്ടും 1 കപ്പ് ശർക്കരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതാണ് അരിപ്പൊടി. ഇത് നമുക്ക് കിട്ടുന്ന ഈസി ഇടിയപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏകദേശം 3 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ പാലിൻ്റെ കട്ടി അനുസരിച്ച് വേണം കൂട്ടാനും കുറയ്ക്കാനും. അപ്പോൾ ഇതിനകത്ത് ഞാൻ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 കപ്പ് ശർക്കരയും ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത് ഏകദേശം 1.5 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാനിത് മൊത്തം എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. ഈ അരിപ്പൊടി എല്ലാം അതിനകത്ത് മിക്സ് ആയതിനു ശേഷം മാത്രം ഗ്യാസ് ഓൺ ആക്കിയാൽ മതി. ഗ്യാസ് ഓൺ ആക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചത്. പതുക്കെ ചൂട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, കൈ എടുക്കാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ബോയിലായി തുടങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ സ്പൈസസ് ഇടാം. ഏലക്കായ, ജീരകം, ചുക്ക് പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പതുക്കെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വല്ലാണ്ട് വെക്കരുത്, പക്ഷേ അതിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്ത് നമുക്ക് കുറുക്കിയെടുക്കാം. ഇത് നമുക്ക് ഏകദേശം കുറുകിയെടുക്കാനായിട്ട് 20 മിനിറ്റ് 25 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ. നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ചാണ്. എന്തായാലും തിളയൊക്കെ വന്ന് നമ്മുടെ കുറുകിയതിന് ശേഷം നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കൊന്നും വേണ്ട, നല്ല ചൂടായിട്ടിരിക്കുന്ന കുക്കാണ്. ഒരു 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ കുറുക്കൊക്കെ ഉണ്ടാക്കി വന്നതിന് ശേഷമൊക്കെ ഏകദേശം ഇപ്പോൾ അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കാം.
അപ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് കേട്ടോ മാവിരിക്കുന്നത്. ഇത് ഭയങ്കര ലൂസാവാൻ പാടില്ല. അത്യാവശ്യം കട്ടിയിൽ വേണം മാവിരിക്കാൻ. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. എണ്ണ നന്നായി ഒഴിക്കണം കേട്ടോ, എന്നിട്ട് ചുട്ടെടുക്കാം. നമ്മൾ അടച്ച് വേവിക്കണം കേട്ടോ. അപ്പോഴേക്കും എന്തായാലും മോൾ ഭാഗമൊക്കെ നമുക്ക് ചുട്ട് കിട്ടുകയും ചെയ്യും. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ കലത്തപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് വൈകുന്നേരം നമുക്ക് പള്ളിയിൽ ആരാധന ഉണ്ടായിരുന്നു. ആരാധനയ്ക്ക് ശേഷം അപ്പം മുറിക്കൽ ശുശ്രൂഷകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ഓരോ വീട്ടിൽ നിന്ന് ഓരോ അപ്പം നമുക്ക് പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കണമായിരുന്നു. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് മുറിച്ച് കിട്ടും. ഫസ്റ്റ് അതാണ്. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഫാമിലി ആയിട്ട് നമ്മുടെ അപ്പവും പാലും പിന്നെ മോൾക്ക് ബ്രെഡ് ബണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബണ്ണും കൂട്ടിയിട്ടാണ് നമ്മൾ അന്ന് വൈകുന്നേരം കഴിച്ചത്. പിറ്റേ ദിവസം ദുഃഖവെള്ളിയുടെ അന്ന് രാവിലെ 6:30-ക്ക് കുർബാനയുണ്ട്. കുർബാനയ്ക്ക് ശേഷം നമുക്ക് കയ്പ് നീര് തരും. അത് കുടിച്ചിട്ട് നമ്മൾ തിരികെ വീട്ടിൽ പോവും.
പിറ്റേ ദിവസം ശനിയാഴ്ച ഇതുപോലെ തന്നെ 6:30-ക്ക് നമുക്ക് കുർബാനയുണ്ട്. ഒരു പുതിയൊരു ലൈഫിലേക്ക് പോയ ഒരു ഇതാണല്ലോ ദുഃഖവെള്ളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാതിരയ്ക്കാണ് ഈസ്റ്ററിൻ്റെ ആഘോഷമായ കുർബാന. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊരു ചെറിയ സ്കിറ്റ് കുട്ടികൾ കാണിക്കും. ഈശോൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ ഒരു സ്കിറ്റ്. അതിനുശേഷം ആഘോഷമായ കുർബാന. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം വീട്ടിൽ ബാക്കി ആഘോഷിക്കും. കള്ളസാക്ഷികൾക്കൊടുവിൽ നിസ്സഹായനായ പിലാത്തോസ് ജനങ്ങളുടെ യുദ്ധത്തിലാണ് യേശുവിനെ വിട്ടുകൊടുത്തു. യേശുവിന്റെ ശിഷ്യന്മാർ അവന്റെ ശരീരം മോഷ്ടിക്കാൻ വരുമെന്ന ചിന്ത ന്യായ ദിവസങ്ങളെ കലട്ടി. അവർ രാജാവിൽ നിന്ന് അനുമതി വാങ്ങി ഭടന്മാരെ കല്ലറയ്ക്ക് കാവൽ വന്നു. ഇവന്റെ മരണം നടപ്പാക്കാൻ നമുക്ക് സാധിച്ചു. യേശു ലോകരക്ഷകൻ. എന്നോ എനിക്കും ഭയം. നീ കണ്ടതല്ലേ അവന്റെ മരണത്തിൽ പ്രകൃതി പോലും ശോഭിച്ചത്? ഇനി ശരിക്കും അവൻ ദേശത്തോട് തന്നെ അഴിഞ്ഞു. അത് ഒരു വിദ്യയാണ്. അവന്റെ ശിഷ്യന്മാർ ഇന്നിവിടെ വന്ന് അവന്റെ ശരീരം മോഷ്ടിക്കും. അവരുടെ ആ പദ്ധതി തടയാനല്ലേ ന്യായാധിപന്മാർ നമ്മളെ ഇവിടെ കാത്തു നിർത്തിയിരിക്കുന്നത്. അവന്റെ ശിഷ്യന്മാരിൽ വരട്ടെ. മരണത്തിന്റെ മേൽ വിജയം വരിച്ചിരിക്കുന്നു. അവന് സാക്ഷ്യം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൻ ലോകത്തിന്റെ പ്രകാശമാണ്, ജീവന്റെ അപ്പമാണ്, പുനരുത്ഥാനമാണ്. സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? പ്രഭു, അങ്ങ് എന്നെ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ച് എന്നോട് പറയും, ഞാൻ എന്നെ എടുത്തോണ്ട് പോയിക്കോളാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ചെറിയൊരു ഈസ്റ്റർ ആഴ്ചത്തെ ഹോം വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്